റോളിംഗ് ആണോ? പിന്നെന്താ വഴി? എന്നോടാണ് ചോദിക്കണ്ടേ? ഹലോ, ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഷെഫി. ഈ ചാനലിൻ്റെ പേര് പോലെ തന്നെ 30+ ഷെഫി. അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഈ ചാനൽ എന്താണെന്നും എന്തിനാണെന്നും ഒക്കെ വളരെ ചുരുക്കി നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ചാനൽ തുടങ്ങിയ കാര്യം അറിയിക്കാനായിട്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ വിളിച്ചു. അളിയാ, വണ്ടിയുടെ അടവ്, കറണ്ട് ബില്ല്, ഹൗസ് ലോൺ ഇതൊന്നും ഞാനും അടച്ചിട്ടില്ല. എന്നാലും ഈ പറയും എനിക്ക് എത്രയാണ് വേണ്ടി? ബ്രില്യൻറ്റ്. ഇനിയിപ്പോൾ എനിക്കൊന്നും ചോദിക്കാൻ പറ്റില്ല, പക്ഷെ ഇതൊക്കെ പറഞ്ഞാലും അപ്പോൾ ഒപ്പിച്ചേരൂട്ടാ. നിങ്ങൾക്കുമില്ല ഇങ്ങനത്തെ ഒരു കൂട്ടുകാരൻ. എന്നിട്ട് ഞാൻ അവനോട് പറഞ്ഞേ, അളിയാ ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി. നന്നായി. എടാ, നിന്നോട് ഇത് എത്ര നാളായി ഞാൻ പറയുന്നു. ഇവിടെ ഈ ചാനലില്ലാത്ത നീ മാത്രമേ ഉള്ളൂ. ഫ്ലാഷ് ബാക്ക്. ഞാൻ എൻ്റെ ജീവിതത്തിൽ പല സ്ഥലത്തും ലേറ്റായിട്ട് എത്തി. അതൊക്കെ വിടും. എന്തായാലും പരിപാടി ഇട്ടോ. നമ്മൾ കുറെ പൈസ ഉണ്ടാക്കുന്നു, നിന്റെ കല്യാണം അടിച്ച് പൊളിക്കുന്നു. കല്യാണം കല്യാണം കല്യാണം. അതെ, ഞാനിപ്പോൾ ഇവിടെ പോയാലും വന്നാലും നിന്നാലും ഇരുന്നാലും ഒക്കെ ആൾക്കാർക്ക് ഒരൊറ്റ ചോദ്യമുള്ളൂ, ആണ് കല്യാണം ഒന്നും കഴിക്കുന്നില്ല. എന്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയും, നമുക്ക് സെറ്റാക്കാം. എത്രണ്ടെന്നൊക്കെ വിചാരണ്ട. എന്തേ അല്ലേ? അതെ, മാമൻ. നമ്മൾ ഈ മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള ആൾക്കാർ കൂടുതലേ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്ന ആൾക്കാരാണ്. അതിപ്പോൾ ഫാമിലിനെ സപ്പോർട്ട് ചെയ്യാനാണെങ്കിലും നമ്മളെ വീട്ടിൽ കുഞ്ഞു മക്കളുണ്ടാവില്ലേ, അവരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആ ആവശ്യങ്ങൾ ചെയ്തു കൊടുക്കാനും നമ്മളെ കൂട്ടുകാരെന്തെങ്കിലും സഹായം ചോദിച്ചാൽ നമ്മൾ കുറേ കാലമായിട്ട് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് വാങ്ങാനായിട്ട് ചേർത്ത് വെച്ച പൈസ ഉണ്ടാവും. അത് ചിലപ്പോൾ നല്ലൊരു ഐഫോൺ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ബൈക്കായിരിക്കാം, അതുപോലും നമ്മൾ എടുത്തു. എന്നിട്ട് വീണ്ടും കഷ്ടപ്പെടും, വീണ്ടും പണിയെടുക്കും, റിപ്പീറ്റ്. പണിക്കാ നീയാ എന്ന്? ഞാനല്ല, പൊതുവെ നമ്മുടെ മിഡിൽ ക്ലാസിൻ്റെ ഒരു പരിപാടി പറഞ്ഞാണ്. എന്നാൽ ഇതൊക്കെ ആയിട്ടൊരു കല്യാണം കഴിക്കാന്ന് വെച്ചാലോ 100 കൂട്ടം ചോദ്യങ്ങളാണ്. ഗൾഫിലാണോ? ഗവൺമെൻറ് ജോലിയാണോ? ഇത് സ്വന്തം വണ്ടിയാ? ഈ മുടിവെളിച്ചിന് പാരമ്പര്യമാണോ? വയസ്സ് എത്രയായി? അപ്പോൾ വയസ്സാണ് പ്രശ്നം. എന്താണ് നമ്മൾ 90s കിഡ്സിന് ഇങ്ങനെ? കിഡ്സാ? നമ്മളൊക്കെ കുട്ടിക്കാലത്തെ സ്കൂൾ വിട്ടാൽ നേരെ ഗ്രൗണ്ടിൽ പോയൊരു കളി, അത് കഴിഞ്ഞ് വീട്ടിൽ പോയൊരു കഴിക്കലാണ്. പക്ഷെ ഇപ്പോഴത്തെ കളികൾ മൊത്തം ഓൺലൈനിലും, കഴിക്കണ മൊത്തം കല്യാണം. നമ്മൾ ഈ ബ്രോക്കർമാർക്കുള്ള പൈസയും കൊടുത്ത് മാപ്പും തപ്പി പോകാത്ത വഴിയില്ല, കാണാത്ത വീടുമില്ല. അവസാനം അവര് മാപ്പും പറഞ്ഞ് പോകാന്നല്ലാണ്ട് ഒരു പരിപാടി നടക്കണില്ല. അതുകൊണ്ട് ഞാനും എടുത്തൊരു ഡേറ്റിംഗ് ആപ്പ്. അതിലിങ്ങനെ തോണ്ടി തോണ്ടി ഞാനും കണ്ടുപിടിച്ച ഒരാളെ. അങ്ങനെ ഞാൻ അയാളെ കാണാൻ പോയി. ഹായ്, ഡു യു സ്മോക്ക്? നോ നോ നോ, ഐ ഡോണ്ട് സ്മോക്ക്. കുടിക്കോ? അങ്ങനത്തെ ഒരു പരിപാടിയില്ല. പിന്നെ താനിക്ക് എന്തിനാണോ ജീവിക്കണേ? കണ്ടില്ലേ, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ സൗന്ദര്യ സങ്കല്പങ്ങൾ. നമ്മളൊക്കെ ചെറുപ്പത്തിലേ 30 വയസ്സായിരുന്നു കല്യാണ പ്രായം. അപ്പം നമുക്ക് 30 ആയപ്പോൾ 18-20 വയസ്സുള്ള പിള്ളേരാണ് കല്യാണം കഴിക്കുന്നത്. അപ്പോൾ ജോലി സ്ഥിര വരുമാനം നല്ല പ്രശ്നം, പ്രായം. പിന്നെ ഒരൊറ്റ വഴിയുള്ളൂ, പൈസ ഉണ്ടാക്കണം. കുറേ പൈസ ഉണ്ടാക്കണം. പൈസ ഉണ്ടാക്കാനുള്ള എളുപ്പവഴി എനിക്കറിയാം, ബട്ട് നാർക്കോട്ടിക്സ് ഈസ് എ ഡർട്ടി ബിസിനസ്. ഞാനത് ചെയ്യില്ല, നീയും. പിന്നെ എങ്ങനെ കല്യാണം കഴിക്കും? അത് ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം.